എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 2020 എന്ന വർഷത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ് നമ്മൾ മാത്രമല്ല, ചില രാജ്യങ്ങൾ വരെ 2020 ഒരു മികച്ച വർഷമായി മാറുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ദുരന്തം എന്ന് തോന്നിയ വർഷം 2006 സുനാമിയായിരുന്നു. ഇന്ത്യ വിഷൻ എന്ന ചാനൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ഞായറാഴ്ച ചെന്നൈയിലെ കടലിൽ അസാധാരണമായ രീതിയിൽ വെള്ളം ഉയരുന്നു എന്ന ബ്രേക്കിംഗ് ന്യൂസ് കണ്ടതോർക്കുന്നു. പിന്നീടാണ് അത് സുനാമി എന്ന പ്രതിഭാസമാണെന്നും കേരളത്തിലടക്കമുള്ള തീരപ്രദേശങ്ങളിൽ അതിഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതെന്നും മനസ്സിലാക്കിയത്. തീരപ്രദേശങ്ങളിൽ അതുണ്ടാക്കിയ മുറിവ് ഇന്നും ഉണങ്ങാതെ അവശേഷിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിലടക്കമുണ്ട്. 2018 നനച്ചിരിക്കാതെ എത്തിയ പ്രളയം ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഭയാനകമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമൊക്കെ പണ്ട് പറഞ്ഞിരുന്ന അവർ കണ്ടിരുന്ന വെള്ളപ്പൊക്കം ഊഹിക്കുവാൻ കഴിയാതിരുന്ന ഒരു തലമുറ അതുപോലെ അല്ലെങ്കിലും മറ്റൊരു പ്രളയം നേരിൽ കണ്ടു. പക്ഷേ നമ്മൾ കേരളം മുഴുവൻ അതൊരൊറ്റ മനസ്സായി അതിനെ നേരിട്ടു. 2019 അതിന് തൊട്ടു മുമ്പത്തെ പ്രളയത്തെക്കാൾ ഭീകരമല്ലെങ്കിലും വീണ്ടും നമ്മെ ഒരിക്കൽ കൂടി ഭയപ്പെടുത്തി ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വീണ്ടും അത് കടന്നുപോയി. അപ്പോഴും പ്രതീക്ഷയോടെ നമ്മൾ പറഞ്ഞു, അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിച്ചു, നോക്കിക്കോ 2020 മുതൽ കാര്യങ്ങളൊക്കെ മാറി മറിയും. എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു, ശരിയാ 2020 ഒരു അടിപൊളി വർഷമായിരിക്കും. പക്ഷേ 2020 ഒരു അത്യുഗ്രൻ വർഷമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച നമ്മളെ ജാനുവരി മാസം നിരാശപ്പെടുത്തിയില്ല. പക്ഷേ ഫെബ്രുവരി ആയപ്പോഴേക്കും കാര്യങ്ങളുടെ കിടപ്പ് അത്ര പന്തിയല്ലെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങി. നമ്മൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ മാർച്ച് പകുതി വരെ കഴിയേണ്ടി വന്നു. ബാക്കി പിന്നീട് ചരിത്രം. 2020 തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ചോദിച്ചിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. കൃഷ്ണകുമാർ പറഞ്ഞത് അമേസിംഗ് എന്നാണ്, അമൻ സുബിനു പറഞ്ഞത് ഓസം എന്നും, വന്ദന മേനോൻ ഇൻട്രോസ്പെക്റ്റീവ് എന്നും, രമേശ് രംഗനാഥ് തിരിച്ചറിവിൻ്റെ കാലമാണെന്നും, ശരത് ശ്രീധരൻ കെയോസ് എന്നും, രാജഗോപാൽ ലേണിംഗ് എന്നും കമൻ്റ് ചെയ്തു. എല്ലാ കമൻറ്റുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി, എല്ലാവർക്കും 2020 എന്ന വർഷം തിരിഞ്ഞു നോട്ടത്തിൻ്റെയും തിരിച്ചറിവുകളുടെയും കാലമായിരുന്നു. 2020 എന്ന വർഷത്തിൽ പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതുമായ 20 തിരിച്ചറിവുകളാണ് ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത്. ഇതൊരു പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതായിരിക്കും, എന്നാലും അറിയാത്തവർക്കായി ഒരിക്കൽ കൂടി ഇവിടെ പോഡ്കാസ്റ്റ് ഫോർമാറ്റിൽ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തേത് ആരോഗ്യത്തെക്കുറിച്ചാണ്. ഹെൽത്ത് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. എല്ലാ കാലത്തും നമുക്കറിയാവുന്ന, എന്നാൽ നമ്മൾ സൗകര്യപൂർവ്വം എക്കാലവും മറന്നുപോകുന്ന കാര്യമാണ്. ആരോഗ്യം എന്നാൽ മസിലുകളല്ല, ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യമാണെന്നും മനസ്സിലായി. വീടിന് പുറത്തു നിന്നുള്ള അനാവശ്യമായ ഭക്ഷണ രീതികളും തെറ്റായ ജീവിതശൈലിയും നമ്മളെ എത്രമാത്രം മാറ്റിയെന്ന് തിരിച്ചറിഞ്ഞതും ഈ വർഷമാണ്. ആരോഗ്യമുള്ള പലരും സമ്പർക്കം ഉണ്ടായിട്ട് കൂടി കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ട എത്രയോ കഥകൾ നമുക്കറിയാം. ആരോഗ്യം സർവധനാൽ പ്രധാനമെന്ന് അടിവരയിട്ട് പറയാൻ പറ്റിയ ഒരു അസുഖ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ട തുടക്കം നടത്തിയവരും ഉണ്ട്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ആരോഗ്യം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ വർഷമാണ് 2020. രോഗാവസ്ഥ ഉണ്ടാക്കിയ ഒറ്റപ്പെടലുകളും ജോലി നഷ്ടമുണ്ടാക്കിയ വിഷാദവും മറികടക്കുവാൻ ബുദ്ധിമുട്ടിയ ഒരുപാട് പേരുണ്ട്. മാനസികാരോഗ്യം എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ടാകുക എന്നതുകൂടിയാണ്. രണ്ടാമത്തെ തിരിച്ചറിവ്, മാറ്റിവെക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. നമ്മളെല്ലാവരും എല്ലാ കാലത്തും ഒരു ഓട്ടത്തിലായിരുന്നു. ഒന്നിനും ഏതിനും സമയമില്ലാത്ത ഒരു ഓട്ടം. അച്ഛനമ്മമാരെ കാണാൻ സമയമില്ല, കുട്ടികളുമായി സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും തിരക്ക് തന്നെ. ഔദ്യോഗിക മീറ്റിങ്ങുകൾ, ഔദ്യോഗിക യാത്രകൾ, ഒരിക്കലും അവസാനിക്കാത്ത തിരക്കുകൾ. മാർച്ച് 24 ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അതിനു മുൻപേ സ്വയം പ്രഖ്യാപിത ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിലും മാർച്ച് അവസാനമായപ്പോഴേക്കും നമ്മൾ മുഴുവനായി ലോക്ക്ഡൗണിലായി. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും
പിന്നീട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. എന്തിനായിരുന്നു ഈ ഓട്ടം? ഇടയ്ക്കെങ്കിലും ഇതുപോലെ നമുക്കായിക്കൂടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ശ്രദ്ധയോടും കൂടി സമയം ചെലവഴിക്കുവാൻ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവർക്ക് മാത്രമായി കുറച്ചു നാൾ. ശരിയല്ലേ? നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത തിരക്കുകൾ മാത്രമല്ലേ ഉള്ളൂ. മൂന്നാമത്തത്, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഇഷ്ടങ്ങളും രീതികളും മുതൽ വീടിനകത്തെ പല ജോലികളും വരെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. മറ്റൊന്നും ചെയ്യാനില്ലാതെ നമ്മൾ ഇരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധയിൽ വരുന്നത്. ഒരു വീട്ടിൽ നടക്കുന്ന ജോലികൾ ആദ്യമായി, പ്രത്യേകിച്ച് ഞങ്ങൾ ആണുങ്ങളിൽ ഒരു വലിയ വിഭാഗം ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓഫീസിലേക്കോ മറ്റു ജോലി സ്ഥലത്തേക്കോ പോകുമ്പോൾ ശ്രദ്ധിക്കുവാൻ കഴിയാത്ത 1000 കാര്യങ്ങളാണ് ഒരു വീട്ടിൽ നടക്കുന്നത്. പാലിൻ്റെ കവർ വീടിൻ്റെ മുൻപിൽ നിന്ന് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്നത് തുടങ്ങി രാത്രി പിറ്റേ ദിവസത്തേക്കുള്ള പ്രഭാത ഭക്ഷണം തീരുമാനിക്കുന്നത് വരെയുള്ള 1000 കാര്യങ്ങൾ. നിനക്കെന്താ ഈ വീട്ടിൽ ജോലി എന്ന് ചോദിക്കുന്ന അസാധാരണ ഭർത്താക്കന്മാർ മുതൽ ഭാര്യയെ ഞാൻ അത്യാവശ്യം സഹായിക്കാറുണ്ടെന്ന് അവകാശപ്പെടുന്ന സാധാരണ ഭർത്താക്കന്മാർക്ക് വരെ അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. നാലാമത്തേത്, സമ്പാദ്യം. സാധാരണ ജോലിയും ബിസിനസ്സും ഒക്കെ നടത്തുന്നവർ പെട്ടെന്നൊരു ദിവസം കാര്യങ്ങളൊക്കെ നിന്നുപോയപ്പോൾ പേടിച്ചുപോയി. ശമ്പളം പലർക്കും കിട്ടാതെയായി. ലോക്ക്ഡൗൺ കാലം നീണ്ടപ്പോൾ ജീവിത ചെലവുകൾ താങ്ങാതെ ആയപ്പോഴും പലർക്കും രക്ഷയായത് സമ്പാദ്യമാണ്. അമേരിക്കൻ ഇൻവെസ്റ്ററും ബിസിനസ് ടൈക്കൂണുമായ വാറൻ ബഫറ്റ് പറഞ്ഞു, നിങ്ങൾ സമ്പാദിക്കാനായി മാറ്റിവെച്ചതിന് ശേഷമുള്ളത് മാത്രം ചിലവാക്കൂ. ചിലവാക്കിയതിന് ശേഷമുള്ളതല്ല സമ്പാദിക്കേണ്ടത്. എത്രയോ അർത്ഥവത്താണ് ആ വാക്കുകൾ. ആവശ്യമുള്ള സമ്പാദ്യം എത്ര അത്യാവശ്യമാണെന്ന് ഈ ലോക്ക്ഡൗൺ കാലം നമ്മളെ പഠിപ്പിച്ചു. അഞ്ചാമത്തേത്, കുടുംബം. നിങ്ങൾ ഏതു മോശം അവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് കുടുംബം മാത്രമാണ്. എത്രയോ ആൾക്കാർ കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ സുഹൃത്തുക്കൾ ഫോണിൽ വിളിക്കുന്നത് പോലും നിർത്തി എന്ന് പരാതി പറഞ്ഞു. അവരുടെ പേടിയോ രോഗത്തിൻ്റെ ഭീകരതയോ ഒക്കെ ആകാം. പക്ഷെ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ഇവരൊക്കെയാണ് നമ്മളോട് ചേർന്ന് നിൽക്കാൻ ആദ്യ അവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കും മനസ്സിലായി. മറ്റാരും ഉണ്ടാവുകയില്ല എന്നല്ല അതിനർത്ഥം. കുടുംബമാണ് നമ്മുടെ ആദ്യ അവസാനം എന്നത് ഒരു ലോകസത്യം തന്നെയാണ്. 6, മനുഷ്യത്വം മരിച്ചിട്ടില്ല. ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് കേരളത്തിൽ കുടുങ്ങിപ്പോയ അന്യസംസ്ഥാന തൊഴിലാളികളായ ആയിരക്കണക്കിന് പേർക്ക് സൗജന്യ ഭക്ഷണം നൽകിയ സന്നദ്ധ സംഘടനകൾ മുതൽ മാതാപിതാക്കൾ കോവിഡ് ബാധിതരായപ്പോൾ അവരുടെ ചെറിയ കുഞ്ഞിനെ രോഗകാലം മുഴുവൻ സ്വന്തം കുഞ്ഞിനെ പോലെ സംരക്ഷിച്ച ഡോക്ടർ മേരി അനിത വരെ നമ്മെ കാണിച്ചു തരുന്നത് മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്നതാണ്. തങ്ങളുടെ ജോലിയാണെങ്കിൽ കൂടി ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്നറിയപ്പെടുന്ന ആരോഗ്യ രംഗത്ത് പ്രവർത്തിച്ചവരും നമ്മുടെ പ്രശംസ അർഹിക്കുന്നു. 7, ഒന്നും അസാധ്യമല്ല. എവിടെയോ മറന്നുപോയ, നമ്മൾ ഒരിക്കലും തുടങ്ങി വെക്കാത്ത പല കാര്യങ്ങളും തുടങ്ങി വെച്ച സമയം കൂടിയാണിത്. പഠിച്ച സമയത്ത് റെക്കോർഡ് ബുക്കിൽ പോലും വരയ്ക്കാൻ ഇഷ്ടമല്ലാതിരുന്ന എൻ്റെ ഭാര്യ ഡ്രോയിങ് ക്ലാസ്സുകൾ ഓൺലൈനായി ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നു. ഒരുപാട് പേർ വായിക്കാൻ സമയമില്ലാതെ മാറ്റിവെച്ച പുസ്തകങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. ഇനിയും കാണാത്ത ക്ലാസിക് സിനിമകൾ ഓരോന്നായി കണ്ടവരുണ്ട്. തൂവാനത്തുമ്പികൾ എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു, പക്ഷേ ആദ്യമായാണ് ആ സിനിമ കാണുന്നതെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജീവിതത്തിൽ ആദ്യമായി OTT പ്ലാറ്റ്ഫോമിൽ സിനിമകളും സീരീസും കണ്ടവരുണ്ട്. അടുക്കളയിൽ ഒരിക്കൽ പോലും കയറാത്തവർ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുവാൻ തുടങ്ങി. യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ആയിരക്കണക്കിന് പേരുണ്ട്. ഒരേ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന സുഹൃത്തുക്കളും പല നാടുകളിലായി താമസിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് ഷോർട്ട് ഫിലിമും സ്പൂഫ് വീഡിയോയും ഒക്കെ തയ്യാറാക്കിയവരുമുണ്ട്. യോഗയും മെഡിറ്റേഷനുമൊക്കെ തുടങ്ങിവെച്ച ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലില്ലേ? നമ്മൾ തന്നെ മാറ്റിവെച്ച നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിവെച്ചതും 2020-ലാണ്. 8-ാമത്തേത്, വീടും ആരാധനാലയമാണ്. പലർക്കും ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകാതെ എങ്ങനെ. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, മാസങ്ങളോളം. പക്ഷെ പിന്നീട് കാര്യങ്ങൾ പതുക്കെ മനസ്സിലായി. വീടുകൾ പതുക്കെ ആരാധനാലയങ്ങളായി മാറി. പള്ളികളിൽ നിന്ന് കുർബാന വെബ്കാസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി. പല ആരാധനാലയങ്ങളും ടെക്നോളജി മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നപ്പോൾ ടെക്നോളജിയാണ് ഈ കാലത്ത് മനുഷ്യരെ ആരാധനാലയങ്ങളുമായി അടുപ്പിക്കുവാൻ കാരണമായത്. 9, ശരിക്കും നമ്മൾ രോഗികളായിരുന്നു. ആശുപത്രികളിൽ ആവശ്യം മാത്രം പോകുവാൻ പറ്റുന്ന സ്ഥലമായി തോന്നിയത് 2020-ലാണ്. മനുഷ്യരുടെ ചെറിയ അസുഖങ്ങളെല്ലാം
ആശുപത്രിയിൽ പോകാതെ തന്നെ സുഖപ്പെടുവാൻ തുടങ്ങി. 100 കണക്കിന് ആളുകൾ വന്നുപോയിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലുകൾ ആളില്ലാത്ത ഇടങ്ങളായി മാറി. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കാം, പക്ഷേ പലർക്കും അസുഖങ്ങളില്ലാതിരുന്ന ഒരു കാലം കൂടിയായിരുന്നു 2020. 10. ഇൻ്റർനെറ്റ് സാക്ഷരത. ഓഫീസുകളിലും ജോലിസ്ഥലങ്ങളിലും നേരിട്ട് പോകുവാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ മീറ്റിങ്ങുകൾ സാധാരണയായി മാറി. പല സ്ഥാപനങ്ങളും ലോക്ക്ഡൗൺ മുൻകൂട്ടി കണ്ടുകൊണ്ട് വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ എംപ്ലോയീസിനായി നേരത്തെ തന്നെ ക്രമീകരിച്ചു. പലർക്കും പഴയതുപോലെ ജോലി ചെയ്യാനായി. പ്രത്യേകിച്ച് IT സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് ഓഫീസുകളും ഓൺലൈനുകളിൽ പ്രവർത്തനം ആരംഭിച്ചു. വാട്സാപ്പ് ഉപയോഗിക്കുന്നതിനപ്പുറം ടെക്നോളജി അറിയാത്തവർ കൂടി ദിവസങ്ങൾക്കകം സൂം, ഗൂഗിൾ മീറ്റ് പോലെയുള്ള അത്യന്താധുനിക വിർച്വൽ മീറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. പരിചിതമല്ലെങ്കിൽ കൂടി സ്കൂളുകൾ അധ്യയന വർഷം നഷ്ടപ്പെടുത്താതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൂടി അധ്യാപനം തുടർന്നു. ഇൻ്റർനെറ്റ് സാക്ഷരത എന്ന വലിയൊരു കടമ്പ കടക്കുവാൻ നമ്മളെയും സർക്കാരിനെയും 2020 എന്ന വർഷം വലിയൊരു അളവിൽ സഹായിച്ചു എന്ന് നിസ്സംശയം പറയാം. 11. റീയൂണിയൻ. കുടുംബങ്ങളും സുഹൃത്തുക്കളും. പല ഔദ്യോഗിക തിരക്കുകൾ കാരണം സംസാരിക്കാതിരുന്ന പല സുഹൃത്തുക്കളും ലോക്ക്ഡൗൺ കാലയളവിൽ വീണ്ടും തമ്മിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആവേശത്തോടെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമായി വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവർ സംസാരിച്ചു. കുടുംബങ്ങളും അകലെയുള്ള ബന്ധുക്കളുമൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുടുംബയോഗങ്ങളും കുട്ടികളുടെ കലാപരിപാടികളുമൊക്കെ നടത്തി. ആരും അകലെയല്ല ഈ ഡിജിറ്റൽ വേൾഡിൽ എന്നുള്ളത് പലർക്കും ഈ കാലയളവിൽ ആശ്വാസമായി. ദൂരദേശങ്ങളിൽ വിമാനത്താവളങ്ങൾ തുറക്കാതെ പെട്ടുപോയവർക്കും തെല്ലൊരു ആശ്വാസമായിരുന്നു ഇതൊക്കെ. 12. അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചുള്ള പൊരുത്തപ്പെടലുകൾ. ഇന്നുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പലരും തീരുമാനിച്ചു. ബ്യൂട്ടീഷ്യനായിരുന്ന ഒരാൾ ഇന്ന് എറണാകുളത്തെ അറിയപ്പെടുന്ന പാചക വിദഗ്ധയാണ്. അവരുണ്ടാക്കുന്ന ഭക്ഷണം ഓൺലൈനിൽ കൂടി ആളുകൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നു. മലപ്പുറത്തെ ഒരു മെക്കാനിക് ഒരു ഹോം ബേക്കറാണ്. രുചികരമായ കേക്കുകൾ അയാൾ ഉണ്ടാക്കുന്നു. HR രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ രുചികരമായ അച്ചാർ വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഇവന്റ് മാനേജ്മെൻറ്റ് രംഗത്ത് അറിയപ്പെടുന്ന ഒരു പ്രമുഖ ആർട്ട് ഡയറക്ടർ മത്സ്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്നു. തൻ്റേതായ മേഖലയിൽ നിന്ന് മാറി പുതിയൊരു രംഗത്തേക്ക് പ്രവർത്തിക്കുവാൻ അവർക്ക് പ്രചോദനമായതും 2020 എന്ന വർഷമാണ്. ഒരു വലിയ സാംക്രമിക രോഗം ദുരിതങ്ങൾക്കപ്പുറം പുതിയ ചില മേഖലകൾ കൂടി തുറന്നിടുകയാണ് നമ്മളിൽ പലർക്കും. 13. ജോലിയുടെ മഹത്വം. ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന 2 സുഹൃത്തുക്കൾ തങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലെ ജോലി പോയപ്പോൾ മത്സ്യവിപണനത്തിന് ഇറങ്ങിയത് മീഡിയയിൽ ഒരു വാർത്തയായി വന്നിരുന്നു. ഇന്ന് റോഡുകൾക്കിരുവശവും കശുവണ്ടി, തേങ്ങ, അച്ചാറുകൾ മുതൽ കായ വറുത്തത് വരെ വിൽക്കുവാൻ നിൽക്കുന്ന ഒരുപാട് പേരെ കാണുവാൻ കഴിയും. ഇവരിൽ പലരും മറ്റുള്ള ജോലി ചെയ്തിരുന്നവരും തങ്ങളുടെ വരുമാനം നിലച്ചപ്പോൾ ഈ ജോലി ചെയ്യുവാൻ നിർബന്ധിതരായവരുമാണ്. എല്ലാ ജോലിക്കും മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കുക കൂടിയാണ് 2020 എന്ന വർഷം. പരാതിയില്ലാതെ അഭിമാനത്തോടെ പലരും തങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് കരുതിയ ജോലി ചെയ്യുമ്പോൾ വെള്ളക്കോളർ ജോലിയോടുള്ള മലയാളിയുടെ പ്രതിപത്തി തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുകയാണ്. 14. നാടിൻ്റെ സുരക്ഷിതത്വം. സ്വന്തം നാടിനെക്കുറിച്ച് പലപ്പോഴും മോശമായി കരുതിയിരുന്ന പലരും സ്വന്തം നാട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച വർഷമാണ് 2020. അപര്യാപ്തമായ സൗകര്യങ്ങൾ മറ്റു രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഏറെയുണ്ടെങ്കിലും സ്വന്തം നാട് തരുന്ന സുരക്ഷിതത്വ ബോധം ഒന്ന് വേറെ തന്നെയാണ്. കോവിഡ് രോഗത്തിൻ്റെ ആദ്യ കാലയളവിൽ ഇത് വളരെ പ്രകടമായിരുന്നു. 15. ഹോസ്പിറ്റൽ ബിൽ. കേരളത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ സൗജന്യമായിരുന്നല്ലോ. എന്നാൽ മറ്റുള്ള സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്കുകൾ അതിഭീകരമായിരുന്നു എന്നുള്ളത് പലർക്കും പേടിപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കിയ ചിലരെങ്കിലും അത് തുറന്നു പറഞ്ഞത് മറ്റുള്ളവർക്ക് ഒരു പുതിയ അറിവായിരുന്നു. 2020 ഏറ്റവും വലിയ തിരിച്ചറിവ് ഹോസ്പിറ്റൽ ബില്ലുകളുടെ അതിഭീകരത തന്നെയാണ്. 16. ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്നത് ഇൻഷുറൻസ് ഏജൻറ്റിന് ടാർഗറ്റ് തികയ്ക്കാനുള്ള എന്തോ സാധനമാണെന്നുള്ള മലയാളിയുടെ മിഥ്യാബോധം ആദ്യം തകർന്നത് 2018 പ്രളയത്തിലാണ്. ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ 3 വർഷങ്ങളായിരുന്നു കടന്നുപോയത്. ഗവൺമെൻറ്റിന് എല്ലാ പൗരന്മാരുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ട്. വരുന്ന വർഷങ്ങളിലും മഹാമാരികൾ വരാം, വരാതിരിക്കാം. പ്രളയം വരാം, വരാതിരിക്കാം. മരണം സംഭവിക്കാം. പക്ഷേ ഇൻഷുറൻസ് മാറുന്ന കാലഘട്ടത്തിൻ്റെ
ഏറ്റവും ആവശ്യമുള്ള കരുതലുകളിലൊന്നാണ്. 17 തൃപ്തിയോടെ ജീവിക്കുക, ഇന്ന് ജീവിക്കുക. വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ നടക്കണമെന്നില്ല. നമുക്കുള്ളതുമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. ഒരു തലമുറ സ്വന്തം മക്കൾക്കായി ജീവിച്ചു. അവർ വലുതാവുമ്പോൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടു. പക്ഷേ അവരുടെ ജീവിത സായാഹ്നത്തിൽ ചെയ്യാനുള്ളതെല്ലാം സ്വപ്നമായി തന്നെ അവശേഷിച്ചു. സാധാരണക്കാരായ പ്രവാസിയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. അതുകൊണ്ട് ചെയ്യാനുള്ളതെല്ലാം അന്നന്നത്തേക്ക് ചെയ്യുക. ഭാവിയിലേക്ക് മാറ്റിവെക്കാതെ നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം പരിമിതിക്കുള്ളിൽ നിന്നാണെങ്കിൽ കൂടി ഇന്ന് തന്നെ അനുഭവിക്കുക. 18 അവനവനു വേണ്ടി കുറച്ചു നേരം. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാവട്ടെ, വീട്ടമ്മയോ ടാക്സി ഡ്രൈവറോ രാഷ്ട്രീയക്കാരനോ ആരുമാകട്ടെ, അവനവനു വേണ്ടി മാത്രം കുറച്ചു സമയം മാറ്റിവെക്കുക. നമുക്കിഷ്ടപ്പെട്ടത് ചെയ്യുവാനും സന്തോഷമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തിനും കുറച്ചു സമയം മാറ്റിവെക്കുക. 2020 ഏറ്റവും കൂടുതൽ പേർ തിരിച്ചറിഞ്ഞത് അതുതന്നെയാണ്. സ്വന്തമായി അവനവനു വേണ്ടി കുറച്ചു സമയം മാറ്റിവെക്കുക. 19 അറിവ്. കാലം മാറി എന്ന് തന്നെയാണ് 2020 നൽകുന്ന ഏറ്റവും വലിയ സൂചന. പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനോടൊപ്പം ഓൺലൈൻ കോഴ്സുകൾ നൽകുന്ന നൂറുകണക്കിന് പ്ലാറ്റ്ഫോമുകൾ ഇന്നുണ്ട്. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് മുതൽ ഹ്യൂമൻ സൈക്കോളജി വരെ പഠിപ്പിക്കുന്ന നൂറുകണക്കിന് കോഴ്സുകൾ. നിങ്ങൾക്ക് എവിടെയിരുന്നും നിങ്ങളുടെ സൗകര്യത്തിൽ പഠിക്കാവുന്നതാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത, പ്രായഭേദമില്ലാതെ തന്നെ. 20 പ്രതീക്ഷയാണ് എല്ലാം. പ്രതീക്ഷകളാണ് മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുന്നത്. ലോകമഹായുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം അതിജീവിച്ച് പുതിയ തലമുറയ്ക്കായി ലോകം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയല്ല, മറിച്ച് വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത്. 2020 നാം മനസ്സിലാക്കിയ ചില തിരിച്ചറിവുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഈ എപ്പിസോഡിൽ പങ്കുവച്ചതല്ലാത്ത തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജ് ആയോ പോഡ്കാസ്റ്റ് ബൈ അരബിന്ദ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. ഏവർക്കും പുതുവത്സരാശംസകൾ.